നമസ്കാരം. ബജറ്റ് അവതരണത്തിന് തൊട്ട് മുമ്പ് ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലാണ് സംസാരിക്കുന്നത്. സ്വാഗതം മിനിസ്റ്റർ. ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ്. ഇതൊരു സവിശേഷമായ സാഹചര്യമാണ്. ഒന്ന്, അടുത്ത 1.25 വർഷത്തിനിടയ്ക്ക് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. രണ്ട്, ധനസ്ഥിതിയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞെരുക്കങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ബാലൻസ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണല്ലോ. അപ്പോൾ എന്തായിരിക്കും ഫോക്കസ്? നമ്മൾ ഈ ഗവൺമെൻറ് LDF ഗവൺമെൻറ്റിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊക്കെ മന്ത്രിമാരായത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്തായാലും അതിൻ്റെ തുടർച്ചയായിട്ട് ആദ്യമായിട്ടാണ് കേരളത്തിലൊരു ഗവൺമെൻറ് വരുന്നത്. അപ്പോൾ രണ്ടാം LDF ഗവൺമെൻറ് വന്നപ്പോൾ എപ്പോഴും സാധാരണ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പറ്റുന്ന തരത്തിലേക്കുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാം ഉറപ്പാക്കി നടത്തിക്കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ധാരാളം തൊഴിൽ സാധ്യത വേണം, വികസനം വേണം. നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാനും അവർക്ക് പ്രതീക്ഷ നൽകാനും കഴിയണം. അതിന് പറ്റുന്ന തരത്തിലേക്കുള്ള വികസന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുതന്നെയായിരിക്കും വികസനത്തിനൊപ്പം നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്ന, എല്ലാവർക്കും കൈത്താങ്ങാവുന്ന, കരുതലും കൈത്താങ്ങും എന്ന നിലയിൽ തന്നെ ഗവൺമെൻറ് ഉണ്ടാവും. തോമസ് ഐസക്കിന് ഉണ്ടായിരുന്ന പല അഡ്വാൻറ്റേജസും താങ്കൾക്കില്ല. ഒന്ന്, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ്, GST നഷ്ടപരിഹാരം. മുമ്പ് ഓഫ് ബജറ്റ് ബോറോവിങ് സാധ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് FRBM ആക്ടിൻ്റെ പരിധിയിൽപ്പെടുത്തിയതോടുകൂടി അത് സാധ്യമാവുന്നില്ല. അപ്പോൾ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കാല് കെട്ടിയിട്ട് ഓടാൻ വിധിക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് ധനമന്ത്രി. കാല് കെട്ടിയിട്ട് ഓടുന്നതിനേക്കാളും കഷ്ടമാണ് കയ്യും കാലും കെട്ടിയിട്ട് വെള്ളത്തിയിട്ട് നീന്താൻ പറയുന്നത്. കാരണം ഓടുമ്പോൾ ഓടാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ, ശ്വാസം എടുക്കാം. പക്ഷേ വെള്ളത്തിലായാലോ ആ തരത്തിലാണെന്ന് പറയാം. കാരണം നേരത്തെയുള്ള ഗവൺമെൻറ്റിൻ്റെ സമയത്തുള്ളതിനേക്കാളും 57,000 കോടി രൂപയാണ് പ്രതിവർഷം നമുക്ക് കുറവ് വന്നത്, ചുരുക്കം വന്നത് 2016-21 ഗവൺമെൻറ്റിനേക്കാളും. അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം GST നടപ്പിലായത് ഈ ഘട്ടത്തിലാണ്. GSTയുടെ ഭാഗമായിട്ടുള്ള നഷ്ടം തന്നെ 12,000-13,000 കോടി ഒരു വർഷം വരും. നേരത്തെ അത് കിട്ടിക്കൊണ്ടിരുന്നു, ഇപ്പോൾ ഇല്ല. പിന്നെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഇല്ല, കിഫ്ബിയുടെ പേരിൽ മാത്രം. അന്നൊക്കെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് നമ്മൾ ഗവൺമെൻറ് ബഡ്ജറ്റിനകത്തല്ല. ഇപ്പോൾ ഒരു വർഷം 12,000 കോടിയിലധികമെങ്കിലും ബഡ്ജറ്റിൻ്റെ അകത്ത് സ്ക്യൂസ് വരും. ഇത് നേരത്തെ പറഞ്ഞ പോലെ C&AG റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മനഃപൂർവ്വം രാഷ്ട്രീയമായിട്ട് എടുത്തതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനൊപ്പമാണ് ശമ്പള പരിഷ്കരണം കൊടുത്തത് ആ ഗവൺമെൻറ് അവസാനത്തെ മാസമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ മാസമാണ് കൊടുത്തു തുടങ്ങിയത്. 20,000 കോടിയുടെ അഡീഷണൽ ബർഡനാണ്. അതേപോലെ ഒരു 19,000 കോടിയാണ് PF പഴയതെല്ലാം കൂടി നമ്മുടെ DA അരിയേഴ്സ് എല്ലാം കൂടെ മെർജ് ചെയ്തത്. ഇതൊക്കെ ഏത് ഗവൺമെൻറ് ചെയ്യുന്നതാണ്. ഞാനതുകൊണ്ട് അതൊരു തുടർച്ചയാണ്. പക്ഷേ തുടർച്ചയായിട്ട് ഈ ഗവൺമെൻറ് അല്ല വന്നതെങ്കിൽ സാധാരണഗതിയിൽ LDFമാർ UDF വരുമ്പോൾ അവർ ധവളപത്രം ഇറക്കിയിട്ട് പറയും ടിക്കറ്റ് എടുക്കാൻ പോലും പൈസ ഇല്ല എന്ന് പണ്ട് ശ്രീ AK ആന്റണി പറഞ്ഞൊരു കഥ പ്രശസ്തമാണ്. ആരും വിമാന ടിക്കറ്റ് തരുന്നില്ല മുഖ്യമന്ത്രിക്ക്, അതുകൊണ്ട് ഞങ്ങൾ പലതും നിയന്ത്രിക്കും എന്ന് പറയുന്ന പോലെ LDF ഗവൺമെൻറ് അല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ഫ്രീസ് ചെയ്ത് വെച്ചേനെ. LDF ഗവൺമെൻറ് തന്നെ ആയതുകൊണ്ട് അതിൻ്റെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് നമുക്ക് തുടരാൻ. അത് തുടർന്നു എന്ന് മാത്രമല്ല, സക്സസ്ഫുള്ളായിട്ട് ഇതുവരെ വന്നു. നീതി ആയോഗ് കണക്കുകൾ പീരിയോഡിക്കലായിട്ട് പുറത്തുവിടാറുണ്ട്. ഇപ്പോൾ സുസ്ഥിര വികസന സൂചികയിൽ കേരളം അച്ചീവർമാരുടെ പട്ടികയിലാണെങ്കിൽ ധനസ്ഥിതിയിൽ കേരളം 18 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 15-ാം സ്ഥാനത്താണ്. മുഖ്യമായ പ്രശ്നം എന്ന് പറയുന്നത് ചെലവ് എന്നുള്ളതാണ്. അപ്പോൾ ചെലവിൽ ഇപ്പോൾ 64% ശമ്പളം, പെൻഷൻ, പലിശ ഇനത്തിൽ കൊടുക്കാൻ കഴിയുന്നത്. വികസന ചെലവിന് 8% മാത്രം, 8.8 വികസനത്തിന് 8.8% മാത്രം മാറ്റിവെക്കാൻ കഴിയുന്ന നിലയിലാണ് കേരളത്തിലെ ചെലവ് എന്നുള്ളതൊരു വലിയ പ്രശ്നമല്ലേ? വികസനത്തിന് 8% അല്ല എന്നുള്ളതാണ്. അതായത് മൂലധന ചെലവ് എന്ന് നമ്മൾ പൊതുവെ പറയുന്നതിനകത്ത് നമ്മൾ എടുക്കുന്ന കണക്കിനകത്ത് ചില കാര്യങ്ങൾ വരുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നമ്മൾ ഒരു വർഷം ഏകദേശം 9,000 കോടി രൂപ പ്ലാനിൽ തന്നെ കൊടുക്കുന്നു. ഇതുകൂടാതെ മെയിൻ്റനൻസ് ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചറല്ല. മെയിൻ്റനൻസ് ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ പൊതുവിൽ റോഡിൻ്റെയൊക്കെ പണിക്ക് വേണ്ടിയിട്ടാണ്. ഇത് ഒന്നും നമ്മുടെ മൂലധന ചെലവ് വരുന്നില്ല. ഇതെല്ലാം കൂടെ എടുക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ ഒരു 15%-ലധികം മൂലധന ചെലവുണ്ട്. കിഫ്ബിയുടെ കണക്ക് ഇത് വരുന്നില്ല. കിഫ്ബിയാണല്ലോ ഏറ്റവും മേജർ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കിഫ്ബിയുടെ ഒരു പാർട്ട് മാത്രം സർക്കാർ കൊടുക്കുന്ന ഒരു ബഡ്ജറ്റ് വിഹിതം കൊടുക്കുന്നത് മാത്രമേ വരുന്നുള്ളൂ, ബാക്കിയൊന്നും വരുന്നില്ല. നമുക്ക് നീതി ആയോഗ് പറഞ്ഞൊരു കാര്യത്തിനകത്തോ വസ്തുത അതിനകത്ത് ഞാൻ ഖണ്ഡിക്കാൻ പോകുന്നില്ല. അവർ പറഞ്ഞു നമ്മുടെ ടാക്സിൻ്റെ വരുമാനത്തിൻ്റെ ഒക്കെ കാര്യത്തിൽ ഇന്ത്യയിലെ മുൻപന്തിയിലുണ്ട്, അല്ലെങ്കിൽ എഫിഷ്യൻസിയിൽ 5 ഏറ്റവും മുന്നേ നിൽക്കുന്ന സ്റ്റേറ്റുകളിലുണ്ട്. വൻ സ്റ്റേറ്റുകൾക്കൊപ്പമാണ് കാണുന്നത്. കാരണം ഇൻഡസ്ട്രിയലി വളരെ, അല്ലെങ്കിൽ ഡൽഹി പോലെ ഹരിയാന പോലെയൊക്കെ പറഞ്ഞാൽ അവർക്ക് മൊത്തം ക്യാപിറ്റലായ സ്റ്റേറ്റ്, ഇന്ത്യയുടെ ക്യാപിറ്റലും എക്കണോമിക് ക്യാപിറ്റലൊക്കെ ആയതിൻ്റെ ഭാഗമായിട്ടുള്ള ഗുണമുണ്ട്. പക്ഷേ അവർ പറഞ്ഞു നിങ്ങളുടെ ഹെൽത്തി അല്ല എക്സ്പെൻഡിച്ചർ. അത് പറഞ്ഞത് നിങ്ങൾ സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി പണം മുടക്കുന്നത് അധികമാണ്. പിന്നെ നിങ്ങൾ അവരുടെ കണക്കിൽ തന്നെ ഉണ്ട്, കേരളത്തിൽ സ്കൂൾ എഡ്യൂക്കേഷനും വേണ്ടി ചിലവാക്കുന്നത് ഇന്ത്യൻ ശരാശരിയേക്കാളും 10%-ലും അധികമാണ്. ഹെൽത്തിന് അധികമാണ്. ആ ഒരു സ്ഥിതി ഉള്ളത് കൊണ്ടാണ് അവർ പറയുന്നത് ഇത് ഹെൽത്തി എക്സ്പെൻഡിച്ചർ അല്ല.
ആരോഗ്യപരമായ എക്സ്പെൻഡിച്ചർ ആവണമെന്ന് പറയണമെങ്കിൽ ആരോഗ്യ മേഖലയ്ക്ക് കൊടുക്കരുത്, വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൊടുക്കരുത്. അത് നമ്മൾ വിശ്വസിക്കുന്നില്ല. കാരണം ഹ്യൂമൻ ക്യാപിറ്റൽ പ്രധാനമാണ്. ഈ ചെലവ് എന്ന് പറയുന്നത് കുറച്ചുകൂടി യുക്തിസഹമാക്കാം. ഇപ്പോൾ കേരളം ഒരു വലിയ മിഡിൽ ക്ലാസ് സൊസൈറ്റി എന്നുള്ള നിലയിൽ കാണുമ്പോൾ നമ്മുടെ സേവനങ്ങൾക്ക് വളരെ കുറഞ്ഞ ചെലവാണ്. അപ്പോൾ ഈ ചെലവ് യുക്തിസഹമാക്കൽ എന്ന് പറഞ്ഞാൽ സർക്കാർ സേവനങ്ങൾക്ക് ഫീസ് കൂട്ടില്ല. അതിപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും അങ്ങനെയൊക്കെ കൂട്ടിയാലേ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് എക്കണോമിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഹാർഡായിട്ടുള്ള സ്റ്റെപ്പുകൾ, കുറച്ച് വിഷമമുള്ള സ്റ്റെപ്പാണ്, വലിയ തോതിൽ വിമർശനങ്ങൾ വരും, പ്രതിഷേധം വരും, സമരം വരും, എന്തുകൊണ്ടാണ് ടഫ് ഡിസിഷൻസ് ധനമന്ത്രി എടുക്കാത്തത്? വാസ്തവത്തിൽ ചില കാര്യങ്ങളിൽ കുറച്ച് തീരുമാനം എടുത്തതുകൊണ്ടാണല്ലോ ഈ നോൺ ടാക്സ് മറ്റതും ഒക്കെ കുറച്ച് വർദ്ധിച്ചത്. എന്നാൽ ഇനി എടുക്കാനുണ്ട് ധാരാളം. ഞാൻ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴല്ല, ഞങ്ങൾ SFI പ്രവർത്തകരായിരിക്കുമ്പോൾ തന്നെ ഈ സ്കൂൾ ഫീസിനെ പറ്റി ഒരു കാഴ്ചപ്പാട് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ നടപ്പിലാക്കിയിട്ടില്ല. അൺഎയ്ഡഡ് സ്കൂളിൽ പഠിച്ചിട്ട് വരുന്ന ഒരാൾ, അവർ 2000 രൂപ മാസം ഫീസ് കൊടുക്കുന്നുണ്ടാവും. പേരൻസ് നല്ലൊരു ഭാഗം അങ്ങനെ കൊടുക്കാൻ പറ്റുന്നവരാണ്. പക്ഷേ അവർക്ക് കോളേജിൽ വന്നാൽ 20 രൂപ ഫീസ്, ചിലപ്പോൾ ഫീസ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു കാറ്റഗറൈസേഷൻ വേണം. ഈ പേ ചെയ്യാൻ പറ്റുന്നവർക്ക് അത് വേണം. ഇത് സോഷ്യലിസ്റ്റ് ആശയം തന്നെയാണെന്ന് ഞാൻ കരുതുന്നത്. എല്ലാവർക്കും, ഇല്ലാത്തവർക്കും ഉള്ളവർക്കും ഒരേപോലെ കൊടുക്കുകയാണെന്നല്ല. പക്ഷേ കേരളത്തിൽ ഏത് കാര്യം ചെയ്താലും ഒരു ആശയം പറഞ്ഞാൽ തന്നെ ഇപ്പോൾ എന്തും വേണ്ടി വാർത്തകളാണ് വരുന്നത്. 2 രൂപ ഫീസ് മേടിക്കുന്ന പല മേഖലയുണ്ട്. ഈ നെഗ്ലിജിബിൾ ആയതുകൊണ്ട് പണ്ടും ആരും കൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല. 40-50 വർഷമായിട്ട് 2 രൂപ മേടിക്കുന്നുണ്ട്, 1 രൂപ മേടിക്കുന്നുണ്ട്. ഈ 1 രൂപയ്ക്ക് ഇപ്പം 2 രൂപയ്ക്ക് ഇപ്പം അതിന് നാണയമോ നോട്ടോ ഇല്ല. ഇത് ഒരു 10-20 രൂപ ആക്കിയില്ലെങ്കിൽ വാസ്തവത്തിൽ ഇത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ മേടിച്ച് എഴുതി കൊടുക്കുന്ന ആൾക്ക് ശമ്പളത്തിനുള്ള ഏതെങ്കിലും ഈ ഒരു ദിവസം മേടിക്കുന്ന ടിക്കറ്റിൽ നിന്ന് വേണ്ടേ. പക്ഷേ ഇതൊന്നും നമ്മൾ തൊടുന്നില്ല. തൊടേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ OP ടിക്കറ്റിന് 10 രൂപയാക്കിയപ്പോൾ തന്നെ 5 രൂപയുടെ നോട്ട് കിട്ടാനില്ലാത്തതുകൊണ്ടാണെന്ന് വിശദീകരിക്കേണ്ടി വന്നു. അപ്പോൾ കുറച്ചുകൂടി ബോൾഡായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ആളുകൾ അത്യാവശ്യം പണം മുടക്കാൻ കഴിയുന്ന ആളുകളെങ്കിലും പണം മുടക്കട്ടെ എന്ന സമീപനത്തിലേക്ക്, അത് സോഷ്യലിസ്റ്റ് ആണോ അല്ലയോ എന്നുള്ളതിനപ്പുറത്ത് കുറച്ചുകൂടി ബോൾഡായിട്ട് ചിന്തിക്കാൻ പറ്റുമോ സർക്കാർ? ഞാനത് സോഷ്യലിസ്റ്റ് എന്ന പിന്നെ ഒരു പരാമർശം നടത്തിയത് പലപ്പോഴും നമ്മുടെ ആളുകൾ ധരിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ എന്നല്ല സോഷ്യലിസത്തിൻ്റെ ആശയം, അല്ലെങ്കിൽ ഏത് ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ആശയം. പരിഗണന അർഹിക്കുന്ന ആൾക്ക് പരിഗണന കൊടുക്കണം. പക്ഷേ അവർക്ക് കൊടുക്കേണ്ട സബ്സിഡി അതിസമ്പന്നന് കൊടുക്കരുത്. കാരണം സമ്പത്തുള്ളവർ കുറച്ച് കൊടുക്കാം. എനിക്ക് കുറച്ച് പണം ഉണ്ടെങ്കിൽ ഞാൻ അതിന് ടാക്സ് കൊടുക്കാം. സാധാരണ ആ സമ്പ്രദായം നമ്മുടെ ഇവിടെ നടപ്പിലാവുന്നില്ല. എല്ലാം ഒരു പോപ്പുലറായ പ്രത്യേകിച്ചും അതിനകത്ത് നിങ്ങളുടെ മീഡിയകളെ ഞാൻ പറയും. ഞാൻ വേറൊന്നും കൊണ്ടല്ല, കേരളത്തിൻ്റെ പൊതു സെൻറ്റിമെൻറ്റ്സ് അതായതുകൊണ്ടാണ്. അപ്പം ഞാനടക്കമുള്ള ആളുകൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ആളാണെന്നും അല്ല ഞാൻ പറയുന്നത്. കോളേജുകളുടെ ഫീസും സ്കൂളിൻ്റെ ഫീസും ഞാൻ ഈ പറഞ്ഞ കാര്യം പറഞ്ഞു. ആശുപത്രികളിൽ 42 ലക്ഷം കുടുംബങ്ങൾക്കാണ് നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ 160, കേരളത്തിൻ്റെ ഏകദേശം പകുതിയോളം വരുന്ന ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയുണ്ട്. പക്ഷേ സർക്കാർ ആശുപത്രിയിൽ ഞാൻ പറയുന്നത് ഞാൻ വില്ലിങ് ടു പേ ആണ്, ഞാൻ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ പോലും കൊടുക്കാനൊരു സംവിധാനമില്ല. ഞാൻ നിയമസഭയിൽ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞു. കോവിഡ് വന്ന സമയത്ത് 16 ദിവസക്കാലമാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ കിടന്നത്. എന്നെപ്പോലെ എത്രയോ പേര് കിടന്നു. എല്ലാവർക്കും ഒരേപോലെ പരിഗണനയാണ് കിട്ടിയത്. മെഡിക്കൽ കോളേജായാലും ജനറൽ ഹോസ്പിറ്റലായാലും ഭക്ഷണം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഭക്ഷണം, മരുന്നെല്ലാം ഫ്രീ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പം 16 ദിവസം ഇടയ്ക്ക് ന്യൂമോണിയ പോലെ വരുമല്ലോ. ഈ കോവിഡിൻ്റെ ഭാഗമായിട്ട് അത്ര കൂടുതൽ ദിവസം കിടക്കാൻ പറയും. കുറേ പരിചയമുള്ള ആളുകളൊക്കെ ആ സമയത്ത് മരണമടഞ്ഞല്ലോ നമ്മുടെ എല്ലാം. അപ്പോൾ ഇതിറങ്ങി കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് പണം കൊടുക്കണം, മെഡിക്കൽ കോളേജാണ്, നമുക്കൊരു പണം കൊടുക്കാൻ ബില്ലടയ്ക്കാൻ മാർഗ്ഗമില്ല. എന്നെപ്പോലെ പലരും ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ കൊടുക്കാനൊരു വിൻഡോ ഇല്ല, കൊടുക്കാനൊരു മാർഗ്ഗമില്ല. ഞാൻ പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കുറച്ച് പണം അടച്ചു. പിന്നെ ഞങ്ങളെ ex-MPമാരും ഒക്കെ ആയിട്ട് ഉള്ളവർക്ക് പെൻഷനും ഒക്കെ ഞങ്ങൾ അടച്ചായിരുന്നു. അതൊരു പ്രശ്നമാണ്. കാരണം നല്ല സൗകര്യം കിട്ടുന്ന, ഇപ്പോൾ എറണാകുളം മെഡിക്കൽ കോളേജിനെ പറ്റി കഴിഞ്ഞ ദിവസം ചില സുഹൃത്തുക്കൾ പറയണ്ടായി. ഏതൊരു പുതിയ മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് തന്നെ ഏതൊരു മെഡിക്കൽ കോളേജിനേക്കാളും സ്വകാര്യ എറണാകുളത്തേക്ക് വൻകിട ആശുപത്രിയേക്കാളും ഫെസിലിറ്റി ഉണ്ട്, ക്ലീൻലിനെസ് ഉണ്ട്. പുതിയ ഹോസ്പിറ്റലാകുമ്പോൾ നമ്മുടെ ഇവിടെ ഏറ്റവും പുതിയ എക്യുപ്മെൻറ്റ്, ഇപ്പോൾ റോബോട്ടിക് സർജറിക്ക് 25 കോടി വെച്ച് കഴിഞ്ഞ പ്രാവശ്യം 2-3 മെഡിക്കൽ കോളേജിലാണ് കൊടുത്തത്, കഴിഞ്ഞ ബഡ്ജറ്റിൽ കൊടുത്തതാണ്. ഇത്രയും സൗകര്യങ്ങളുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ അവിടെ കൊടുക്കാൻ പറ്റുന്ന ആളുകൾ ഏതെങ്കിലും തരത്തിൽ ഇതിനു വേണ്ടി കൊടുക്കാവുന്നൊരു സംവിധാനം പോലും ഇല്ല എന്നുള്ള പോരായ്മയുണ്ട്. അത് കളക്റ്റീവായിട്ട് ചർച്ച വരേണ്ടതാണ്. ഒരു കാര്യം സത്യമാണ്, ബോൾഡായിട്ട് ഒരു ഗവൺമെൻറ്റും അത്ര ഒരു കാര്യങ്ങൾ കേരളത്തിലോ ഇന്ത്യയിലോ എടുക്കുന്നില്ല. കാരണം നമ്മുടെ ഈ ചെറിയൊരു കാര്യവും പോലും ഇപ്പം നോക്കിക്കോളൂ, ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പം എന്തെങ്കിലും ഒരു ചെറിയ ഫീസ് വർദ്ധിപ്പിച്ചാൽ നിങ്ങളുടെ അന്നത്തെ മുഴുവൻ ഹെഡ്ലൈനും ചർച്ച അതിലായിരിക്കും. അതിപ്പോ മന്ത്രി പ്രതിപക്ഷത്താണെങ്കിൽ സ്വാഭാവികമായി ഞാൻ പറഞ്ഞല്ലോ, ഞാനിതിൽ നിന്ന് വ്യത്യസ്തനല്ല. ഞാനിതിൽ നിന്ന് വ്യത്യസ്തനേ അല്ല. കാരണം ഞാൻ
പ്രതിപക്ഷമാകുമ്പോൾ ഒന്നും പറയില്ല, ഭരണപക്ഷം അതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ധനമന്ത്രി സർക്കാർ സേവനങ്ങളുടെ ഫീസ് ഉയർത്താൻ, ഫീസ് യുക്തിസഹമാക്കാൻ തയ്യാറാകുമോ ഇല്ലയോ? ഇതാണ് ചോദ്യം. ഇത് നേരത്തെ തന്നെ ഓരോ വകുപ്പിലും ഇത് ഈ എല്ലാം അസംബ്ലി വന്ന് നിയമം വഴി പാസ്സാക്കേണ്ടതല്ല എന്നുള്ളത് ഞാൻ പറയാം. ഓരോ വകുപ്പിലും കാലോചിതവും യുക്തിസഹവുമായിട്ടുള്ള വർധന വേണം എന്ന് നേരത്തെ തന്നെ ധനകാര്യ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വകുപ്പുകൾ കുറച്ചുകൂടി അതിനകത്തൊന്ന് കണക്കെടുത്ത് 40 വർഷമായി, അന്ന് 10 രൂപയായിരുന്നു, ഇപ്പം 10% അല്ല വർദ്ധിപ്പിക്കേണ്ടത്. കാരണം ആളുകൾക്ക് അതൊരു പ്രശ്നമല്ല. 2 രൂപ കൊടുക്കുന്നത് 10 രൂപ ആവുന്നത് അല്ലെങ്കിൽ 20 രൂപയാവുന്നത് ഒരു പ്രശ്നമല്ല. പത്രപ്രവർത്തകരുമായി ഞങ്ങളൊരു ചർച്ച നടത്തിയിരുന്നു. എന്തൊക്കെയാണ് ബഡ്ജറ്റ് സംബന്ധിച്ച് നിങ്ങളുടെ പ്രപ്പോസൽ, ഞങ്ങൾക്ക് അങ്ങോട്ട് പറയാനില്ല. അവിടെയും ഇതുപോലുള്ള ആശയങ്ങൾ വന്നു. വളരെ നല്ല സൗകര്യങ്ങളും സേവനങ്ങളും കിട്ടുന്നുണ്ട്. പലതിനും ഒരു രൂപ പോലും കൊടുക്കേണ്ടതില്ല. അവർ പറഞ്ഞു വോളണ്ടറി ആയിട്ടൊരു പേയ്മെൻറ്റ് നടത്താനുള്ള സംവിധാനം ഉൾപ്പെടെയെങ്കിലും ഉണ്ടാക്കേണ്ടതാണ്. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നടത്തുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ പരിമിതിയുണ്ട്. നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട് അത് കാലോചിതമായി ഓരോ വകുപ്പിലും വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ്. അപ്പോൾ സേവനങ്ങളുടെ ഫീസ് ഉയർത്തണം എന്നുള്ളതാണ് ധനവകുപ്പിൻ്റെ കാഴ്ചപ്പാട്. പക്ഷേ അതിനൊരു കൺസെൻസസ് വേണം എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ഇനി നോക്കൂ, കൺസെൻസസ് അല്ല, ഇപ്പോൾ ചെറിയ തോതിൽ വർദ്ധിപ്പിക്കുന്നുണ്ട് പലപ്പോഴും. പക്ഷേ പ്രായോഗികമായി ഗവൺമെൻറ്റിൻ്റെ ഒരു കമ്പൽസൺ പ്രൊസീജിയർ കാരണം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ആ സമയത്ത് എടുക്കാത്തതോ ആയ കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ ചെറിയ ചെറിയ ഫീസുകളാണ്. എന്നാലും 1000 ചെറിയ ഫീസാണല്ലോ. ഒരു 10 ലക്ഷം വെച്ച് വന്നാൽ എത്ര രൂപ വരും ഒരു ഫീസിന് കേരളത്തിൽ? പുതിയതായി സ്വാഭാവികമായിട്ടും സർക്കാരിനെ സംബന്ധിച്ച് ചെലവ് കൂടുന്നത് പോലെ വരുമാനവും കൂട്ടേണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ നീതി ആയോഗിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ 64% ശമ്പളം, പെൻഷൻ, അതുപോലെ തന്നെ പലിശ എന്ന് പറയുമ്പോൾ പലിശ ഭാരം ഏതാണ്ട് 20%-ഓളം വരും. ബ്യൂറോക്രസിയെ ഡൗൺ സൈസ് ചെയ്യണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കേരളത്തിൽ അത് ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? 2 ഭാഗമുണ്ട് അതിനകത്ത്. ഒരു ഭാഗം ഈ എംപ്ലോയ്മെൻറ്റ്, പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റും ഇൻകവും നമ്മുടെ പോലെ എല്ലാ സംസ്ഥാനങ്ങളിലും ബ്യൂറോക്രസി അല്ലെങ്കിൽ ഗവൺമെൻറ് സേവനമാണ്. ഗവൺമെൻറ് സേവനം എല്ലാ സ്ഥലത്തും വെട്ടിക്കുറയ്ക്കുന്ന സമയത്ത് ആകെ കൂടുന്ന ഇന്ത്യയിലെ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, കേരളം. അതിന് പരിമിതി ഉണ്ടാവും. ആ കമ്പൽഷന് ഞങ്ങൾ വിധേയമാകേണ്ടി വരുന്നുണ്ട്. പുതിയ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നല്ലപോലെ വരണം. പ്രത്യേകിച്ചും സർക്കാർ മേഖലയെ കിട്ടുന്നതിൻ്റെ അത്രയും മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ, സേവന വേതന വ്യവസ്ഥ എല്ലാം മറ്റു മേഖലയിൽ പലതും ഇല്ല. അതുകൊണ്ട് വലിയ അട്രാക്ഷൻ ഉണ്ട് സർക്കാർ മേഖലയ്ക്ക്. സ്വകാര്യ മേഖലയിൽ അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ചെയ്ത് വരണം. അപ്പോൾ സർക്കാർ മേഖല തീരെ ഇല്ലാതാവാൻ പറ്റില്ല. എന്നാൽ ഇപ്പോൾ ഉള്ള ബ്യൂറോക്രസിയെ കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കി ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ ഒരു കമ്പൽഷൻ ഉണ്ട് നമുക്ക്. ഇന്ത്യയിലെ ആളോഹരി ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ ഏറ്റവും വലിയ സിവിൽ സർവീസ് നമ്മുടെയാണ്. ഇന്ത്യയിൽ ആകെ PSC അപ്പോയിന്റ് ചെയ്യുന്നതിന്റെ പ്രതിവർഷം ഒരു PSC നിയമനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആകെ നടക്കുന്ന PSC നിയമനത്തിൻ്റെ 60% വരും. അതിനർത്ഥം 3% കേരളത്തിൽ അത്രയും നടക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ബാക്കി സംസ്ഥാനങ്ങളൊന്നും നടക്കുന്നില്ല. ഇത് ഇങ്ങനെ പ്രായോഗികമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നറിയില്ല. പക്ഷേ നിങ്ങൾ ഓരോന്നും നോക്കിയോ, പോലീസിൻ്റെ ലിസ്റ്റിൽ 1000 പേരെ ഉണ്ട്, അവരെല്ലാം എടുക്കുന്നില്ല. അല്ല, വേറെ ലിസ്റ്റിൽ എല്ലാവരും എടുക്കുന്നില്ല. എല്ലാവരെയും എടുക്കുക എന്നുള്ളതല്ല, ഉള്ള വേക്കൻസി കട്ട് ചെയ്യുന്നുള്ളതാണ്. ഉള്ള വേക്കൻസി ഒന്നും കട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അധിക വേക്കൻസി ഉണ്ടാവുന്നുണ്ട്. ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഒരിക്കലും അധിക വേക്കൻസി എപ്പോഴും നമുക്ക് വേക്കൻസികൾ. എൻ്റെ ചോദ്യം എന്താ വെച്ചാൽ നോക്കൂ, ഇപ്പോൾ 2022-23 കണക്കെടുത്താൽ രാജ്യത്തെ മൊത്തം സ്റ്റേറ്റ് PSC നിയമനങ്ങളുടെ 67% കേരളത്തിലാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിയമനം നടക്കുന്നുണ്ട്. പക്ഷേ ഈ വേക്കൻസികൾ ഇതുപോലെ കൂടുക അല്ലെങ്കിൽ നിലവിലുള്ള വേക്കൻസികളിൽ നിയമനം നടത്തുക എന്നുള്ളതിനപ്പുറത്ത് ഒരു ഫിസിക്കൽ കൺസോൾട്ടേഷൻ്റെ പാതയിൽ പോയാൽ വേക്കൻസികൾ വെട്ടിക്കുറയ്ക്കുകയോ ബ്യൂറോക്രസിയെ ഡൗൺ സൈസ് ചെയ്യേണ്ടി വരികയോ ചെയ്യും പുതിയ കാലത്ത്. ആ ഐഡിയയ്ക്ക്, ആ ആശയത്തിന് ധനമന്ത്രി അനുകൂലമാണോ അല്ലയോ? ഇപ്പോൾ അതിന് അനുകൂലമല്ല. ഇപ്പോൾ അത് എടുക്കേണ്ട നിയമ നിരോധനം ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു PSC ഉള്ള ഒരു സർക്കാർ വേക്കൻസിയും വെട്ടിക്കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പെൻഷൻ പ്രായം ഉയർത്തുമോ? പെൻഷൻ പ്രായത്തെ സംബന്ധിച്ചും ഇനിയിപ്പോൾ ഇത് ഈ സമയത്ത് ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇതൊക്കെ പൊളിറ്റിക്കൽ കമ്പൽഷൻ അല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കൽ കമ്പൽഷൻ ഉണ്ട്. കാരണം വെച്ചാൽ ഒരു മനുഷ്യന്റെ പ്രൈം ഏജിൽ അദ്ദേഹത്തിന് പെൻഷൻ കൊടുക്കേണ്ടി വരികയാണ് സർക്കാർ. ഈ ഭാരമൊക്കെ കൂടി എത്ര കാലം, ഓക്കെ 5 കൊല്ലം കൂടി പോവായിരിക്കും, എത്ര കാലം ഈ പറഞ്ഞ വലിയ നിയമനങ്ങളുടെയും വലിയ പെൻഷൻ ഭാരത്തിന്റെയും ഭാരം സർക്കാരിന് ചുമക്കാൻ പറ്റും? യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ആയുസ് വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ 90 വയസ്സുള്ള ആൾ ആരോഗ്യത്തോടെ നടക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കേരളത്തിലൊരു വാർത്തയല്ലാതായി. ശരിക്കും ഈ ഏജൊന്നും റിട്ടയർമെൻറ്റ് ഏജ് അല്ല. പക്ഷെ നിലവിൽ തുടരുന്ന പ്രാക്ടീസാണ് ഇത്. റിട്ടയർമെൻറ്റ് ഏജ് അല്ല എന്ന് മാത്രമല്ല, ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ എക്സ്പീരിയൻസ് വാസ്തവത്തിൽ അവർക്ക് വല്ലതും എഫിഷ്യൻ്റായി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെടുത്തി മാത്രമല്ല ഞാൻ പറയുന്നത്. ദീർഘകാലം സർവീസിലിരുന്ന ഒരാൾ, ഇൻഡസ്ട്രിയിലിരുന്ന ആൾ, അവർക്ക് വലിയ എക്സ്പീരിയൻസ് ഉണ്ട്, മാനേജറിയൽ കപ്പാസിറ്റി ഉണ്ട്.
ഇവർക്ക് തുടർന്നൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതും നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു മേഖലയാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. പക്ഷേ പെൻഷൻ പ്രായമായിട്ട് ബന്ധപ്പെടുത്തി ഇപ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ ഭാഗമാണ്. ഇപ്പോൾ നിയമനങ്ങൾ കുറയ്ക്കാൻ പറ്റില്ല, പെൻഷൻ പ്രായം ഉയർത്താൻ പറ്റില്ല. ഒരു വലിയ ഹ്യൂമൻ റിസോഴ്സ് അവരുടെ പ്രൈം ഏജിൽ വെറുതെ ഇരിക്കുകയും അവർക്ക് വേണ്ടി സർക്കാർ പണം ചെലവഴിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പുതിയ ആളുകളെ എന്ത് ചെയ്യും, പുതിയ ആളുകളുടെ ജോലി എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ല, എല്ലാവർക്കും സർക്കാർ തന്നെ ജോലി കൊടുക്കണമെന്നില്ല എന്ന് മാത്രമല്ല, അവരെ 20 വർഷം മുമ്പ് 6 ലക്ഷം പേര് ജനിച്ചിരുന്നു. 6 ലക്ഷം പേര് ചെറുപ്പക്കാര് തൊഴിൽ മേഖലയിലേക്ക് ഓരോ വർഷവും പുതുതായിട്ട് വരുന്നെങ്കിൽ ഇപ്പം 3 ലക്ഷം ഉള്ളൂ ഇപ്പോഴത്തെ ജനനം. ആ ഒരു പ്രശ്നമുണ്ട്, ഏജ് ഉള്ളവർ കൂടുന്നു. അതൊക്കെ വളരെ കൃത്യമായി ചർച്ച ചെയ്യേണ്ട ധാരാളം പ്രശ്നമാണ്. ഇതെല്ലാം ചർച്ച ചെയ്യേണ്ടതും ഇടപെടേണ്ടതായ കാര്യമാണ്. പക്ഷേ ഇപ്പോൾ അത് കേരളത്തിൽ ഇപ്പോൾ അത് ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യം. തുറന്നു പറഞ്ഞാൽ ഇപ്പോൾ അത് അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അത് പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഏത് സർക്കാരിനെ സംബന്ധിച്ച് ഈ പറയുന്ന കമ്പൽഷൻ നോക്കുക, കേരളത്തിൽ നിന്ന് മൈഗ്രേഷൻ, അതായത് കുട്ടികളുടെ മൈഗ്രേഷൻ കൂടുകയാണ്. അവരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കേരളത്തിലെ കുട്ടികളെ സംബന്ധിച്ച് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ആസ്പിറേഷണൽ മൈഗ്രേഷൻ ആണെന്നാണ് എൻ്റെ ഒരു കാഴ്ച. ആസ്പിറേഷണൽ മൈഗ്രേഷൻ ആണ്. അത് ഇച്ചിരി ആസ്പിറേഷൻ കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ എല്ലാം പോയിട്ട് ട്രംപ് ഒരു വിമാനത്തിൽ ആളെ അയച്ചിട്ടുണ്ട്, അവിടെ കുടിയേറ്റക്കാർ. ഇതുപോലെ പലരും പോകുന്നത് അവർ വിദ്യാഭ്യാസത്തിനാണെന്ന് പറഞ്ഞ് പോയി പല ആളുകളും വഞ്ചിക്കപ്പെടുന്നുണ്ട്. വളരെ വളരെ മോശമായ സാഹചര്യത്തിലാണ് ഈ കാനഡയിലായാലും ഇംഗ്ലണ്ടിലായാലും ഒരു മുറിക്കകത്ത് 10-20 പേര് ജീവിക്കുക. വിസ കഴിഞ്ഞു, വലിയ ലോൺ എടുത്തിട്ടാണല്ലോ വീട്ടിൽ നിന്ന് പോയേക്കുന്നത്. നാട്ടിലെ എല്ലാം കൂടെ പണയപ്പെടുത്തിയിട്ടാണ്, വലിയ പ്രതീക്ഷയിലാണ് പോയേക്കുന്നത്. അവിടെ ഒളിച്ചു താമസിക്കുക. ചെയ്യേണ്ട ജോലി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അവർ ചെയ്യുമ്പം കിട്ടുന്ന ആ വരുമാനത്തിൻ്റെ കമ്പാരിസൺ, അവിടെ ചെല്ലുമ്പോൾ ചിലവ് കൂടുതലാണ്. അതുകൊണ്ട് വരുമാനം ഇച്ചിരി കൂടിയ $2 അധികം കിട്ടിയിട്ട് കാര്യമില്ല. വളരെ മോശമായ സാഹചര്യത്തിൽ ഇപ്പോൾ ജീവിക്കേണ്ടി വരുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് അവർ പോകുന്നത് അവരുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളുമാണ്. ആ പ്രതീക്ഷയും സ്വപ്നങ്ങളും അത്രയും വസ്തുതാപരമല്ല എന്ന് അറിയുമ്പോഴത്തേക്ക് അതിന് കുറച്ച് കുറവ് വരും. പക്ഷെ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താ? അത് അങ്ങനെ പോകുന്നു, തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കലല്ല. ഇവിടെ അതിനേക്കാളും മെച്ചപ്പെട്ട തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാവുന്നതാണ്. മെച്ചപ്പെട്ട സൗകര്യങ്ങളും മെച്ചപ്പെട്ട ജോലി സാധ്യത ഉണ്ടാവുക. പിന്നെ കേരളീയന് ലോകത്തൊക്കെ കറങ്ങുന്നതും ജോലി ചെയ്യുന്നതും ഇഷ്ടമുണ്ടെന്നൂടെ കാണണം. അതൊക്കെ ശരി. അല്ല, അപ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്ന ആളുകളും പലയിടത്തും കെയർ ഹോമുകളിലാണ് ജോലി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൽ കെയർ എക്കോണമിക്ക് വലിയ സാധ്യതയുണ്ട് എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നു. കാരണം മക്കളെല്ലാം പുറത്തുള്ളവരും മാതാപിതാക്കൾ. മോഹൻലാൽ തന്നെ റിട്ടയർ ആകുന്ന സിനിമാ താരങ്ങൾക്ക് വേണ്ടി ഒരു വില്ലേജ് എന്ന ആശയം അമ്മയിൽ ഉന്നയിക്കേണ്ടത് കേരളത്തിൽ വലിയ സാധ്യതകളുള്ള കാര്യമാണ്. ഇതൊക്കെ സർക്കാർ ആ തരത്തിൽ ആലോചിച്ചിട്ടുണ്ട്. കെയർ എക്കണോമിയെ സംബന്ധിച്ച് ആലോചിച്ചിട്ടുണ്ട്. കെയർ എക്കണോമി സർക്കാർ മേഖലയെ സർക്കാർ ചെയ്തു വരുന്നതിനൊക്കെ അറിയാമല്ലോ നമ്മുടെ ഒരു സിസ്റ്റത്തിനകത്ത്. പക്ഷേ കെയർ എക്കണോമി വലിയ തോതിൽ സഹായിക്കണമെന്ന് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കെയർ ഹോംസ് ധാരാളം വരുന്നുണ്ട്. ഇപ്പോൾ വരുന്നത് ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നതും വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. കുറച്ചുകൂടി ജനകീയമായിട്ടുള്ള കാര്യങ്ങൾ വരണം, സൊസൈറ്റി ഇടപെടണം, ആ എക്കണോമിയെ നല്ലപോലെ ഉപയോഗിക്കണം. ഇവിടെ ഉള്ളവർക്ക് വേണ്ടി മാത്രമല്ല, വേറൊരു സ്ഥലത്തുനിന്നും വന്ന് ഇവിടുത്തെ കെയർ എക്കണോമി ഉപയോഗിക്കാൻ പറ്റുന്നവരുണ്ട്. കിഫ്ബി ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമാണ്. വിശേഷിച്ച് കിഫ്ബി വഴി പണിത റോഡുകളുടെ കാര്യത്തിൽ ടോൾ പിരിക്കാൻ തത്വത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എങ്കിലും അത് ഇപ്പോൾ നേരത്തെ കമ്പൽഷൻസിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ തന്നെ വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ റോഡുകൾ മോണിറ്റൈസ് ചെയ്യാവുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ സർക്കാരിന് അതിലുള്ള നിശ്ചയദാർഢ്യം ഉണ്ടാവും. സർക്കാർ അതിൻ്റെ ഫൈനൽ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞത്. എന്നാൽ കിഫ്ബി റവന്യൂ ജനറേറ്റിംഗ് മോഡലിൽ പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമാണ്. എല്ലാ പ്രവർത്തനങ്ങളും റവന്യൂ ജനറേറ്റിംഗ് ആവണമെന്നില്ല. അതായത് സ്കൂൾ പണിയുന്നു, അവിടെ റവന്യൂ ജനറേറ്റിംഗ് ആവാൻ പറ്റില്ല. പൊതുവായ പല കാര്യങ്ങളും വരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ കേരളത്തിൽ മുഴുവൻ വലിയ കൺസ്ട്രക്ഷനാണ് നടക്കുന്നത്. നാഷണൽ ഹൈവേ നടക്കുന്നതിനകത്ത് ഇനിയിപ്പം ടോൾ അവരുടെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പം ഇത് എല്ലാ സ്ഥലത്തും നടക്കുന്ന കാര്യമാണ്. ഇവിടെ പക്ഷേ ടോൾ തീരുമാനിച്ചിട്ടില്ല. എങ്ങനെയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ഓരോ മേഖലയിലും പറ്റുക എന്നുള്ളതിനുള്ള പഠനം പോലും നടത്തണ്ട എന്നുള്ള സ്ഥിതിയിലാണ് വാർത്ത വരുന്നത്. അതിന് പഠനം നടത്തും. എൻ്റെ അഭിപ്രായം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് നാഷണൽ ഹൈവേ ചെയ്തിട്ട് അതിൻ്റെ കോൺട്രാക്റ്റും പണവും എല്ലാം കൊണ്ടുപോവുകയും ടോൾ പിരിക്കുകയും ചെയ്യുന്നതിന് മറ്റുള്ളവർക്ക് പറ്റും. നമ്മുടെ നാട്ടിലെ കമ്പനികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ നാഷണൽ ഹൈവേ അവർക്ക് തന്നെ ചെയ്യാമായിരുന്നല്ലോ. അതുപോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ചർച്ചകളിലും ചിന്തകളിലും മാറ്റം വരണം. ഇത് കിഫ്ബി എന്ന് പറയുന്ന പ്രസ്ഥാനം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് എങ്ങനെയാണ് റവന്യൂ ഉണ്ടാക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനെന്താ തെറ്റ്? കിഫ്ബി അത് തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളത് പറഞ്ഞത് ശരിയാണ്. അല്ല, കിഫ്ബിക്ക് ഒരു റവന്യൂ മോഡൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിയെ പോലെ വായ്പ എടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് വരില്ലേ? ഈ പറഞ്ഞ അതാണ് പ്രധാന പ്രശ്നം. RBM ആക്ടിന്റെ പരിധിക്ക് അപ്പുറത്ത് നിൽക്കുമല്ലോ. അപ്പോൾ കിഫ്ബിക്ക് ഒരു റവന്യൂ മോഡൽ വേണ്ടതാണ്. അത് 100% ഉറപ്പാണ്. റവന്യൂ മോഡൽ വേണ്ടതാണ്. അത് കുറച്ചുകൂടി ശക്തമാക്കണം. ഇപ്പോൾ തന്നെ ചിലതുണ്ട്. അതായത്
ടെക്നോ പാർക്കിന്, ഇലക്ട്രിസിറ്റി ബോർഡിനൊക്കെ ചില കാര്യങ്ങൾ കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ IT മേഖലയ്ക്ക് അതിൽ നിന്ന് റിട്ടേൺ വരത്തക്ക വിധത്തിലുള്ള മോഡലിലാണ് കൊടുക്കുന്നത്. പക്ഷേ മഹാഭൂരിപക്ഷം ഇപ്പോൾ 35,000 കോടിയോളം രൂപയുടെ സ്പെൻഡിങ് നടത്തിയിട്ടുണ്ട് കിഫ്ബി. അതിനകത്ത് 10,000 കോടിയോളം വരുന്നത് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്താണ്. 20,000-ലധികം കോടി ചിലവാക്കിയത് ഈ സമയത്ത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോറോയിങ്ങിനകത്തേക്ക് പോകുന്ന ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ബാക്കി കാര്യങ്ങൾക്ക് എടുക്കേണ്ട പണം അതിലേക്ക് പോകും. ആ പണം മോണിറ്റൈസ് ചെയ്തില്ലെങ്കിൽ, അതിനകത്ത് കുറെ വരുമാനം ഉണ്ടായില്ലെങ്കിൽ എങ്ങനെ പോകാൻ പറ്റുക? അപ്പൊ പൊതുവായ ഒറിജിനൽ കൺസെപ്റ്റിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നു ഇപ്പോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആദ്യം കിഫ്ബി വഴി ഒറിജിനലി അതിനകത്ത് റവന്യൂ വേണമെന്നുണ്ട്. അല്ല, അതായത് അന്ന് ധനമന്ത്രിയായിരുന്ന TM തോമസ് ഐസക് 2019 നിയമസഭയിൽ പ്രഖ്യാപിച്ചത് കിഫ്ബി വഴിയുള്ള പദ്ധതികൾക്ക് യാതൊരു യൂസർ ഫീയും ഈടാക്കില്ല എന്നുള്ളതാണല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ മോട്ടോർ വാഹന നികുതി, അതുപോലെ തന്നെ സെസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബജറ്ററി അലോക്കേഷനും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് ഈ ഹർഡിൽസ് ഒക്കെ വന്നത്. അപ്പോൾ ശരിക്കും അതിനൊരു റവന്യൂ മോഡൽ അന്നേ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നു. റവന്യൂ മോഡൽ, അതിനകത്ത് റവന്യൂ ജനറേഷൻ ഉണ്ടാക്കണമെന്ന കിഫ്ബിയുടെ നിയമത്തിൽ തന്നെ ഉണ്ട്, പഴയ കൺസെപ്റ്റാണ്. അതുകൊണ്ട് ചിലതിനകത്ത് റവന്യൂ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ സുപ്രീം കോടതി പറഞ്ഞതും കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞതും ഞങ്ങൾക്ക് റവന്യൂ ജനറേഷനാണ്, ഞങ്ങളിത് അടയ്ക്കും, അല്ലാതെ ഞങ്ങൾ മുഴുവനും സർക്കാർ എന്നും കൊടുത്ത് തീർക്കേണ്ടി വരുന്നൊരു കാര്യമല്ല. സർക്കാരിൽ നിന്ന് മൊത്തം കൊടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ ലോൺ എടുക്കാൻ എന്താ അവകാശം എന്നാണല്ലോ അവരുടെ ചോദ്യം. നമ്മളത് പറഞ്ഞതാണ്, ഇതൊരു പുതിയ കാര്യമല്ല, ആ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അത് പ്രായോഗികമായി നടപ്പിലാക്കുന്നതിന്, എല്ലായിടത്തും നടപ്പാക്കി വരുന്നതിന് താമസം വന്നു. അത് അഭിലാഷ് പറഞ്ഞതുപോലെ നേരത്തെ അങ്ങനെ കൃത്യമായി ഒന്നുകൂടെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും കൺഫ്യൂഷൻ വരില്ലായിരുന്നു എന്നുള്ളത് കറക്റ്റാണ്. പക്ഷേ ഈ റവന്യൂ ജനറേറ്റ് ചെയ്യണമെന്നുള്ള കാര്യം ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നതിന് ആവശ്യമാണെന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊക്കെ നടപ്പാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. കാരണം വലിയ സമരം വരും. ഞാൻ ആവർത്തിച്ച് പറയുന്ന ഇലക്ഷൻ വരികയാണ്. അപ്പോൾ ടോൾ പിരിക്കുന്ന ചുങ്കപ്പാതയാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത് എന്നൊക്കെയുള്ള ക്യാമ്പയിൻ വരുമ്പോൾ ഘടകകക്ഷികളുടെ പ്രഷർ വരും. അപ്പോൾ ഈ യൂസർ ഫീകൾ വർദ്ധിപ്പിക്കുന്നതാവട്ടെ, റോഡിന് യൂസർ ഫീ ഏർപ്പാടാക്കുന്നതാവട്ടെ, ഇത്തരത്തിൽ റവന്യൂ കൂട്ടാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമെന്ന് ധനമന്ത്രിക്ക് തോന്നുന്നുണ്ടോ? ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് അങ്ങനെ തന്നെയാണ് ഈ ഗവൺമെൻറ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. എന്തായാലും നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നടത്താൻ പറ്റിയല്ലോ. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് നടത്താൻ പറ്റും. കാരണം നാഷണൽ ഹൈവേയുടെ ഡെവലപ്മെൻറ്റ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മലപ്പുറം ചില സ്ഥലങ്ങളിൽ, കണ്ണൂർ ഉൾപ്പെടെ ചില സ്ഥലങ്ങളിൽ നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റിനെതിരായിട്ട് അതിശക്തമായ സമരമായിരുന്നു. നാഷണൽ ഹൈവേയുടെ സ്ഥലം എടുക്കുന്നതിനെതിരാണ്. പക്ഷേ ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ സ്ഥലം എടുത്തതിനകത്ത് സന്തോഷമാണ്. കൂടുതൽ സ്ഥലം എടുക്കണം. കാരണം നല്ല വില കൊടുത്ത് തന്നെ എടുത്തത്, കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ട്. അത്രയും വലിയ കോമ്പൻസേഷൻ കൊടുത്തെടുത്ത് ആ കോമ്പൻസേഷൻ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 25% ഓഫ് ദ ടോട്ടൽ ലാൻഡ് അക്വിസിഷൻ കോസ്റ്റ് NHAയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടി വന്നു 6,000 കോടി. ഈ കിഫ്ബി മാത്രമല്ല, 6,000 കോടി നമ്മളാണ് അടച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നൊരു ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് ഈ നടന്ന കാര്യങ്ങളുടെ ഒരു വിജയം കണ്ട് ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടും. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഗവൺമെന്റ് ഇല്ല. ഒരു വൺ ലൈനർ പറയാമോ? ഈ പാതയിൽ ടോൾ പിരിക്കുന്ന കാര്യത്തിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തൊരു തീരുമാനം എടുക്കും എന്ന് പറഞ്ഞാൽ ആ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നതാണോ അല്ലെന്നാണോ? ഞാൻ അതിനകത്ത് ഇപ്പോൾ ഇത് സംബന്ധിച്ച് കുറേ വാർത്തകൾ വന്നല്ലോ. LDF കൺവീനർ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞങ്ങളത് സംബന്ധിച്ച് ഈ കിഫ്ബി ചില പരിശോധനകൾ നടത്തുന്നുണ്ട്, അതിനപ്പുറത്തേക്ക് തീരുമാനം എടുക്കേണ്ടത് കളക്റ്റീവായിട്ടാണ്. ഒറ്റ കാര്യം കൂടി, അത് ക്ഷേമ പെൻഷൻ സംബന്ധിച്ചാണ്. 2,500 രൂപ എന്നുള്ളത് LDFൻ്റെ പ്രോമിസാണ്. കഴിഞ്ഞ 4 ബജറ്റിലും ധനമന്ത്രിക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക. ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ അത് വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു. ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കൊടുത്തു തീർക്കാനുള്ളത് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഉത്തരവാദിത്വം. 3,000 കോടിയും കൂടി കുടിശ്ശികയുണ്ട്. അതായത് 3 മാസത്തെ 3,000-ലധികം കോടി കുടിശ്ശികയുണ്ട്. ബാക്കി 5 മാസത്തെ കുടിശ്ശിക കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, 2 കൊടുത്തു ഈ വർഷം. അപ്പോൾ അത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു തുകയല്ല. പ്രത്യേകിച്ച് ഇത്തരം ഒരു സാഹചര്യം വരുമ്പം LDFൻ്റെ മാനിഫെസ്റ്റോയും ഇലക്ഷനും നമ്മൾ നേരിടുന്ന സമയത്ത് ഉണ്ടായിരുന്ന കൺസ്ട്രെയിൻസിനേക്കാളും കൂടുതൽ നമ്മുടെ പണം വെട്ടിക്കുറയ്ക്കുകയും കൂടി ചെയ്ത അനുഭവമുണ്ട്. എങ്കിലും പറഞ്ഞ കാര്യങ്ങളിൽ പരമാവധി മുന്നോട്ട് ചെയ്തു പോകാനാണ് ശ്രമിക്കുന്നത്. ആദ്യം ഇപ്പോൾ നിയമസഭയിൽ പറഞ്ഞ ഈ പണം കൊടുത്തു തീർക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ 400 രൂപ ഇപ്പോൾ കൊടുക്കുന്ന 400 രൂപ വർദ്ധിച്ചത് ഏറ്റവും അവസാനത്തെ മാസങ്ങളിലാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ. അതും നമ്മൾ തുടരുകയാണ്. കൃത്യമായൊരു കണക്ക് നോക്കിയാൽ വളരെ സിമ്പിളാണ്. 5 വർഷം കൊണ്ട് ഒന്നാം പിണറായി സർക്കാർ കൊടുത്തത് 35,000 കോടിയാണ്. അതിനകത്ത് 18 മാസത്തെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കുടിശ്ശിക കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ 42 മാസം, 44 മാസമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്നതന്നെ 34,000 കോടിക്ക് അടുത്ത് എത്തി. അതായത് ഒന്നാം പിണറായി സർക്കാർ കൊടുത്തതിൻ്റെ തുകയ്ക്കടുത്ത് ഇപ്പോൾ തന്നെ എത്തി.
ഈ ഗവൺമെൻറ് കാലാവധി കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ള തരത്തിൽ കൊടുത്തു പോയാൽ തന്നെ അത് 50,000 കോടിക്കും 50,000 കോടിക്കും ഇടയ്ക്ക് വരും. ഇത് മുഴുവൻ കൊടുത്തു തീർക്കുകയും ബാക്കി കാര്യങ്ങൾ ഏറ്റെടുക്കാൻ വരും. അല്ല, അതൊക്കെ കണക്കുകളാണ്. ഇപ്പൊ ആളുകൾക്ക് വളരെ വലുതാണല്ലോ. ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തുടർഭരണം പറഞ്ഞാൽ ഇപ്പോൾ മഹാരാഷ്ട്ര ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. 3 മാസം കൊണ്ട് 1 ലക്ഷം കോടി രൂപയാണ് മഹാരാഷ്ട്ര സർക്കാർ സ്പെൻഡ് ചെയ്തത്. ജൂൺ മാസം 28-ാം തീയതിയാണ് ലാഡ്കി ബഹൻ സ്കീം പ്രഖ്യാപിക്കുന്നത്. തുടർന്ന് ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ. മധ്യപ്രദേശിലും ഇതുപോലെയായിരുന്നു. ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫറുകൾ സർക്കാരുകൾക്ക് തുടർഭരണം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് സമീപകാല ഇന്ത്യൻ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ എല്ലാം ഉദാഹരണമാണ്. കെ എൻ ബാലഗോപാലിന് മുകളിൽ വലിയൊരു ഭാരം വന്നിരിക്കുകയാണ് ഡെലിവർ ചെയ്യാൻ ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫറിനെ കുറിച്ച്. അല്ല, ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ സിസ്റ്റം തന്നെയാണ്. നമ്മളിപ്പോൾ ഇത്രയും വലിയ സ്കീം എവിടെയും നടക്കുന്നില്ല. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇത് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. ഞങ്ങൾ ഭാവിയിലെ കാര്യങ്ങൾ തുടർന്ന് നോക്കും. അങ്ങനെ ആകുമ്പോൾ ഭാവിയിലെ കാര്യം തുടർന്ന് നോക്കും. ഇത് ആദ്യമേ കിട്ടാതിരിക്കുന്നവർക്ക് കിട്ടുന്നതാണല്ലോ ഒന്നാമത്തെ കാര്യം. അത് കൊടുക്കും. അടുത്ത ബജറ്റ് എന്ന് പറയുന്നത് ഫൈനൽ ബജറ്റാണ്. അടുത്ത ഫെബ്രുവരി. അടുത്ത ജനുവരിയിൽ മുഴുവൻ ഈ പറഞ്ഞ പെൻഷൻ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കുകയും അടുത്ത ഫെബ്രുവരിയിൽ 2,500 രൂപ എന്നത് പ്രഖ്യാപിക്കുകയും 2 മാസമെങ്കിലും 2 ഇൻസ്റ്റാൾമെന്റ് എങ്കിലും 2,500 ആക്കി കൊടുക്കുകയും ചെയ്താലേ മൂന്നാം ഭരണത്തെക്കുറിച്ചൊരു ഒരു എന്താ പറയുക സ്വപ്നമെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളൊരു യാഥാർത്ഥ്യബോധം ധനമന്ത്രിക്കുണ്ടോ? ഭാവിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ പറ്റി ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് അതെ, പണത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായി. ഇത്രയും എല്ലാ ദിവസവും നമുക്ക് കിട്ടാനുള്ളത് വീണ്ടും വീണ്ടും ഓരോ ന്യായം പറഞ്ഞ് വെട്ടിക്കുറയ്ക്കുകയാണ്. കേന്ദ്രത്തിലെ ഒരു സഹമന്ത്രി മലയാളിയാണെന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളീ തരുന്ന പണമില്ലെങ്കിൽ ഞങ്ങൾ തരുന്ന പണം കൊണ്ടില്ലേ നിങ്ങൾ നിത്യദിനാനം കഞ്ഞി കുടിച്ച് കിടക്കുന്നതെന്നുള്ള തരത്തിലല്ലേ പറഞ്ഞ ഇന്നലെ. ഇങ്ങനെ പറയുന്നൊരു മാനസികാവസ്ഥ വെറുതെ സഭയിൽ പറഞ്ഞത് മാത്രമല്ല, നമുക്കിവിടെ അർഹമായ പണത്തിനകത്ത് റവന്യൂ ചെലവിൻ്റെ 70%-ത്തിലധികവും നമ്മൾ സ്വന്തമായി കണ്ടെത്തുകയാണ് ഇപ്പോൾ. എല്ലാ സ്റ്റേറ്റിലും അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇന്ത്യൻ ആവറേജിൽ 53% ഉള്ളൂ. ചില സ്റ്റേറ്റിൽ 40% അവരുടെ സ്റ്റേറ്റ് സ്വന്തമായിട്ട് കണ്ടെത്തുന്നുള്ളൂ. എന്നിട്ട് നമ്മളോട് ഇതെല്ലാം ഇങ്ങനെ ചെയ്തിട്ട് നമ്മളെന്താ വെറും പ്രാദേശികവാദം പറയുകയാണോ? അങ്ങനെ പറയുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സമീപനത്തിനിടയിൽ കൂടിയാണ്. അതുകൊണ്ട് ദിവസവും കരഞ്ഞുകൊണ്ടിരിക്കാനല്ല, 50,000 കോടി ഈ സമയത്ത് അടക്കം വർദ്ധിപ്പിച്ചിട്ട് നിലനിൽക്കുന്നത്. അല്ല വെറുതെ വർത്തമാനം പറഞ്ഞിട്ടല്ല, നമ്മൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഫ്രീ ബീസിനെ സംബന്ധിച്ച് CPM-ന്റെ കേന്ദ്ര നേതൃത്വം തന്നെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഈ ലാഡ്കി ബഹൻ പോലെയുള്ള സ്കീമുകളെ കുറിച്ച്. പക്ഷേ ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, അടുത്ത ബജറ്റ് ആകുമ്പോഴേക്ക് 2,500 രൂപ പ്രഖ്യാപിച്ച് 2 ഇൻസ്റ്റാൾമെന്റ് ഇലക്ഷന് മുമ്പ് കൊടുക്കുക എന്നുള്ള ഒരു വലിയ, അതിനെങ്ങനെ പണം കണ്ടെത്തണം എന്നൊരു ചിന്ത ഇപ്പോൾ തന്നെ ഉണ്ടോ? ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇനി ഭരണം നിലനിർത്താൻ അനിവാര്യമാണെന്ന് ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അത്ര തുകയുടെ ആണല്ലോ. അപ്പോൾ ഈ എന്തായാലും നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന പദ്ധതികളിൽ നിന്ന് പുറകോട്ട് പോകില്ല, മുന്നോട്ടേ ഈ ഗവൺമെന്റ് പോകും. 2026 ആര് അധികാരത്തിലെത്തിയാലും തുടർന്ന് അങ്ങോട്ട് പല കാര്യങ്ങൾ, ഇപ്പോൾ പെൻഷന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പോൾ 900 കോടിയാണ് പ്രതിമാസ ഭാരം. അത് തുക കൂട്ടിയാൽ വീണ്ടും കൂടും. ഒപ്പം ഈ പെൻഷന്റെയും 100 രൂപ കൂട്ടി 1000 രൂപ കൂടും. 1000 രൂപ കൂടും. യെസ്, 1000 കോടി ആവും. അപ്പോൾ ഇതിങ്ങനെ കൂടി 2,500 ആക്കിയാൽ പിന്നെ പറയാൻ വേണ്ടല്ലോ. പക്ഷേ ഇതൊക്കെ ലാസ്റ്റ് 2026 കൂടിയെങ്കിലും ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യേണ്ടി വരില്ലേ? കുറയ്ക്കാൻ ഞാൻ പറയുന്നത്, ഗുണഭോക്താക്കളുടെ എണ്ണമെങ്കിലും കുറച്ച് യുക്തിസഹമാക്കേണ്ടി വരില്ലേ? സർക്കാർ ഫീസുകൾ കൂട്ടേണ്ടി വരില്ലേ? കൂടുതൽ യൂസർ ഫീകൾ ഏർപ്പാടാക്കേണ്ടി വരില്ലേ? ഞാൻ ഈ വർഷത്തെക്കുറിച്ചല്ല ചോദിക്കുന്നത്. 2026 ഒരു സർക്കാർ അധികാരമേറ്റതിന് ശേഷം ഭാവിയിൽ ഏത് ഗവൺമെന്റ് ആയാലും, കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെയായാലും ലോകത്തെവിടെയായാലും ഇപ്പോൾ ഉള്ളതിനേക്കാളും സ്ട്രീം ലൈൻ ചെയ്യേണ്ടി വരുമെന്നുള്ളതിന് സംശയമില്ല. നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കുന്ന കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ബജറ്റിൽ ധനമന്ത്രിയുടെ കാഴ്ചപ്പാട് ബോൾഡായിട്ടുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ബോൾഡായിട്ടുള്ള സമീപനങ്ങൾ ഉണ്ടാവും, എന്നാൽ ജനങ്ങളെ പൊതുവിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെയായിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.